പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കടവുഴയിലെ സ്കൂളിലോട്ടൊന്ന് കയറുക കേട്ടോ. ഇവിടെ പ്രവേശനോത്സവമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പോയാലോ. ആദ്യം ഒരിച്ചിരി ദേഷ്യമൊക്കെ തോന്നും, പക്ഷേ നന്നായി വരണമെങ്കിൽ എന്ത് വേണം? ഷാർപ്പനിങ് വേണം, അല്ലേ? പെൻസിൽ നമ്മളോട് പറയുന്നത് എന്തിനാണ്? മൂർച്ച കൂട്ടുമ്പം ഇച്ചിരിക്ക വിഷമം ഉണ്ടാവും, പക്ഷെ നമുക്ക് നല്ലതിനാണ് അതെന്നാണ് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് അച്ഛൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കൂടെയുള്ള ദൈവത്തിന്റെ വലിയ കൃപ ജ്ഞാനവും നിങ്ങൾക്ക് നൽകി തരുവാനായിട്ട് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ എല്ലാ കുഞ്ഞുങ്ങളും കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരിക. സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൃപയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെയും ഞങ്ങളുടെ വിദ്യാലയത്തോടും ഞങ്ങളുടെ അധ്യാപകരോടും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും കൂടെയുള്ളത് ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളെ നല്ല നേർനിലത്തിൽ നടത്തുന്ന ദൈവമാകിയാൽ പ്രത്യേകിച്ച് ഈ ജൂൺ മാസം 2-ാം തീയതി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഈ സമയം മുതൽ അവിടുത്തെ കൃപയിലും ബലത്തിലും ജ്ഞാനത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ. ഈ ഒരു നല്ല പ്രഭാതം ദൈവസന്നിധിയിൽ കൂടി വരുവാനും അവിടുത്തെ ആലോചനകളെ കേൾപ്പാൻ ഞങ്ങളെ അവിടെ നെടിയാക്കിയല്ലോ. നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുവാനായിട്ട് ഞങ്ങളുടെ ദേശത്തിന്റെ നടുവിൽ അമിഗോസ് ക്ലബിനെ ദൈവം അവിടുന്ന് ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവർക്കായി ചെയ്യുവാൻ കഴിയുന്നത് തങ്ങളാൽ ചെയ്തുകൊണ്ട് ദേശത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, ഞങ്ങളുടെ രാഷ്ട്രത്തിനു വേണ്ടി കർത്താവെ നല്ല പ്രവർത്തികളിൽ ഇടപെടുവാനായിട്ട് ഇവരുടെ ക്ലബിനെ ദൈവം അവിടെ സഹായിക്കുന്നല്ലോ. എന്റെ പ്രവർത്തകരെയും പ്രത്യേകിച്ച് ഉദ്ഘാടനം വഹിക്കുന്ന ഇവരുടെ മകനെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് നടക്കുന്ന ഈ നല്ല ചടങ്ങ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാകണം. അവർ വളർന്ന് മറ്റുള്ളവർക്കും ഈ ഒരു വലിയ ഉദാഹരണം ജീവിതത്തിൽ കാഴ്ചവെക്കാൻ കർത്താവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് തരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. ഈ സുരക്ഷയിൽ അവിടുത്തെ കൃപ കൊണ്ടിരിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. വേദിയിലായിരിക്കുന്ന ഗുരുവന്മാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളെ, സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. അമീഗോസ് നാട്ടിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ പഠനോപകരണം വിതരണം ചെയ്യുക എന്ന് ഞങ്ങളൊരു കമ്മിറ്റി കൂടി തീരുമാനിച്ചു. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ട ശിവജായൻ, ക്ലബിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സാം ജോർജ്, പ്രിയപ്പെട്ട PM വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ബിനു അച്ഛൻ, പ്രിയപ്പെട്ട മെമ്പർ, സിനി മെമ്പർ അടക്കമുള്ള പ്രിയ ടീച്ചർമാരെ, എൻ്റെ കൊച്ചു കൂട്ടുകാരെ, ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഈ ഒരു അധ്യയന വർഷത്തിൽ നിങ്ങൾക്ക് സമ്മാനവുമായിട്ടാണ് അമീഗോസ് ക്ലബ്ബ് ഇവിടെ എത്തിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അവധിക്കാലമൊക്കെ? നല്ലതായിരുന്നോ? എല്ലാവരും നല്ല രീതിയിൽ കളിക്കുകയും ചാടുകയൊക്കെ ചെയ്തോ? വീണ്ടും സ്കൂൾ തുറന്നപ്പം വരാൻ മടിയുണ്ടോ? ഇല്ലേ? ആർക്കും ഇല്ലേ? മടിയുള്ള കുറച്ച് പേരുണ്ടല്ലോ ഫ്രണ്ടില്. മടിയുണ്ടോ? ഏതായാലും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കൂട്ടുകാരെ കാണാനും സംസാരിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഈ വർഷം ഉണ്ട്, അല്ലേ? ആദ്യം തന്നെ ഞാനിവിടെ പിന്നെ നമ്മുടെ അമിഗോസ് ക്ലബിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഒരു ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് അതീതമായി ആ കൂട്ടായ്മ ഈ നാട്ടിലെ ആളുകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ക്ലബ്ബ് നാടിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ഒരു ക്ലബ്ബായി മാറുകയാണ്. എനിക്ക് കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വർഷത്തെ ക്രിസ്മസ്, ന്യൂ ഇയർ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. അന്നും ഈ പറഞ്ഞ പോലെ ഒരു പരിപാടിക്ക് ഉപരിയായി അന്നും ഒരു ആളുകൾക്ക് ഒരു കൈത്താങ്ങായി മാറുകയായിരുന്നു ഈ ക്ലബ്ബ്. ക്ലബിന്റെ സംഘാടകർ, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിനകത്ത് ആർക്കൊക്കെ പോലീസ് ആകണ്ടേ? പോലീസ് ആകേണ്ട എത്ര പേരുണ്ട്? ഡോക്ടർ ആകേണ്ട എത്ര പേരുണ്ട്? ഈ നഴ്സുമാരാകേണ്ട എത്ര പേരുണ്ട്? നഴ്സിനോട് താല്പര്യമില്ല ആർക്കും. നഴ്സ് നല്ല ഇത് കേട്ടോ. വേറെ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തുവാ?
ഡോക്ടറാണോ? എഞ്ചിനീയർമാരാകാൻ താല്പര്യമുള്ളത് ആരൊക്കെയുണ്ട്? ഒന്നേ ഉള്ളൂ, രണ്ടായി. ഓക്കെ, ഇതൊക്കെ ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്യണ്ടേ? നമ്മുടെ ഭാഗത്തു നമ്മളൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യണ്ടേ? പഠിക്കണം. അപ്പോ നല്ല രീതിയിൽ ഈ വർഷം പഠിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. നല്ല രീതിയിൽ പഠിക്കുക. വരുന്ന ആളുകളിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളായി നിങ്ങളെല്ലാം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ സമ്മതത്തോടുകൂടി ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Man's knowledge has surpassed his wisdom. He is afraid of what he knows. അറിയാവുന്ന കാര്യങ്ങളെ ഓർത്ത് വേദനപ്പെടുന്ന ആളുകൾ. ഇന്ന് മദ്യം, മയക്കുമരുന്ന്, മറ്റു പലതിലും തകരുന്ന സമൂഹത്തെക്കുറിച്ചുള്ള വേദനയോടെ നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഇതൊന്നുമില്ലാതെ നല്ല നല്ല കുഞ്ഞുങ്ങളായി എഞ്ചിനീയർ, ഡോക്ടർമാർ, പിന്നെ പോലീസ്, വേറെ ഏതൊക്കെയാണ് ഈ എല്ലാം ആയിത്തീരാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഏറെ ബഹുമാനമുള്ള യോഗാധ്യക്ഷനും അമിഗോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റുമായിരിക്കുന്ന ശ്രീ ഷിബു സാമ്പൽ അവർ, സെക്രട്ടറി സാം ജോർജ് മണലെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനായ ആരോൺ ബിജിലി പനവേലി, ഏറെ ബഹുമാനമുള്ള പി എം വർഗീസ് അച്ഛൻ, ബിജി അച്ഛൻ, ടീച്ചേഴ്സ്, പേരൻസ്, അമിഗോസിൻ്റെ അംഗങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 2 മാസത്തെ അവധിക്ക് ശേഷം ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത്, ചിലരുടെ മുഖത്ത് സന്തോഷമുണ്ട്, ചിലരുടെ മുഖത്തൊരു മാതാപിതാക്കളിൽ നിന്ന് പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഈ 4 ചുവരിനുള്ളിൽ വന്നിരിക്കുമ്പോൾ ഓർക്കുക, ഇത് വെറും കെട്ടിടമല്ല. നമ്മൾ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒക്കെ ഒരു അടിസ്ഥാനം ഇടുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കടവുപുഴ MTLPS നിന്നുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നാടിനെ നല്ല പൗരന്മാരായി, നല്ല വ്യക്തിത്വങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അമിഗോസ് ക്ലബിൻ്റെ ഭാരവാഹികളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഞാൻ മുമ്പേ ഒരു വലിയൊരു വാചകമൊക്കെ കഴിഞ്ഞാണല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് അമിഗോസ് ക്ലബ്ബ്. മുമ്പേ ജിക്കു പറഞ്ഞ പോലെ ഞാൻ പല സമയങ്ങളിൽ ജിക്കു ഒത്തിരി ഫ്രീ ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഷിബു സാറും തന്നെ കേട്ടോ. ഞാൻ കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ പറയാറുണ്ട്. പറയുമ്പോഴൊക്കെ അവർക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന് വളരെ നന്ദിയുണ്ട്. കടവുപുഴ MTLP സ്കൂളിന് അതിന് വളരെ കടപ്പാടുകളുണ്ട്. നന്ദിയുണ്ട്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ഷിബിച്ച, ഉദ്ഘാടനം ചെയ്ത ആരോൺ, പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിനിയജി, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഒരു പുതുവർഷത്തിന്റെ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. കാലത്തിന്റെ ഓരോ മാറ്റത്തിനനുസരിച്ച് നശിച്ചു പോകുന്ന ഒരു തലമുറയിൽ നിന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് ഈ വർഷം നിങ്ങൾക്ക് ഫലപ്രദമായി തീരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. മണ്ണാർത്തറ അമിഗോസ് ക്ലബ്ബ് ഒരുക്കിയ പഠനോപകരണ വിതരണമാണ് ഇവിടെ നടന്നത്. റാന്നിയുടെ യുവ നേതാവ് ആരോൺ ബിജിലി പനവേലി ആ കർത്തവ്യം നിർവഹിക്കുകയുണ്ടായി. മണ്ണാർത്തറ NMLP സ്കൂളിലെയും കടവുഴ MTLP സ്കൂളിലെയും മുഴുവൻ വിദ്യാർത്ഥികൾക്കും മണ്ണാർത്തറ 3-ാം വാർഡിലുള്ള സാധാരണ കുട്ടികൾക്ക് എല്ലാവർക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുവാനായിട്ട് അമിഗോസ് ക്ലബ്ബിന് സാധിച്ചു. തുടർന്നും നിങ്ങളുടെ സഹായം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് ഓർപ്പിക്കുന്നു.